ഹലോ, അപ്പോൾ ഇതാണ് കേട്ടോ ഇന്നത്തെ നമ്മുടെ ലഞ്ച് പ്ലേറ്റ്. ഇതിനുള്ള കറികളൊക്കെ നമുക്ക് ഉണ്ടാക്കിയെടുത്താലോ. അപ്പോൾ ആദ്യം തന്നെ പരിപ്പൊക്കെ കഴുകിയെടുത്ത് അതിലേക്ക് ഒരു പഴുത്ത തക്കാളിയും എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക്, 2 വെളുത്തുള്ളി, കുറച്ച് ചെറിയുള്ളി, ഉപ്പ്, വെള്ളമൊക്കെ ഒഴിച്ച് നമുക്ക് വേവിക്കാനായിട്ട് വെക്കാം കേട്ടോ. ഇനി കൂർക്ക് മെഴുക്ക് വരട്ടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കൂർക്ക് ഇട്ട് കൊടുത്ത് അതിലേക്ക് ഒരു പച്ചമുളകും കുറച്ച് മഞ്ഞൾപ്പൊടി, ഉപ്പും, വെള്ളം ഒഴിച്ച് അതും ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ. കൂർക്ക വൃത്തിയാക്കൽ ഒരു ടാസ്ക്കാണ്, പക്ഷേ എന്ത് ചെയ്യാം, കഴിക്കണമെങ്കിൽ വൃത്തിയാക്കലേ പറ്റൂ. അങ്ങനെ കൂർക്ക മേയിച്ച് വെച്ചിട്ട് നമ്മളിതേ കൊണ്ടാട്ട മുളക് വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ വലിയ മുളക് കടയിൽ നിന്ന് വാങ്ങിച്ചതും ആ ചെറിയ മുളക് വെള്ളക്കാന്തരയുടെ മുളക് നമ്മൾ വീട്ടിൽ ഉണ്ടാക്കിയെടുത്തതുമാണ് കേട്ടോ. അങ്ങനെ കൊണ്ടാട്ട മുളക് വറുത്ത് മാറ്റി വെച്ചിട്ട് പപ്പടം കാച്ചലായി. പപ്പടം കാച്ചി വന്നപ്പോഴത്തേക്കും അവസാനത്തെ പപ്പടം കാച്ചാൻ എണ്ണ തീരെ ഇല്ലായിരുന്നു കേട്ടോ. പിന്നെ തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് അതൊന്ന് കാച്ചിയെടുത്ത് മാറ്റിയിട്ട് ആ പാത്രം തന്നെ കഴുകിയിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് കുറച്ച് വെണ്ടയ്ക്കയും കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചെറിയൊരു നാരങ്ങയും കൂടെ ഞാൻ പിഴിഞ്ഞൊഴിക്കുന്നുണ്ട്. ഈ പുളിയുള്ള എന്തെങ്കിലുമൊക്കെ ഒഴിച്ചിട്ടുണ്ടെങ്കിൽ നാരങ്ങയിലുള്ള ആ വഴുവഴുപ്പൊന്നും ഇല്ലാതായി കിട്ടും കേട്ടോ. തക്കാളി ഇട്ടാലും മെഴുക്ക് വരട്ടി കുഞ്ഞിനുള്ളതാണ് കേട്ടോ. ഇനി നമുക്ക് പരിപ്പ് കറി ഒന്ന് താളിച്ചെടുക്കാവേ. അപ്പോൾ കടുകും ജീരകമൊക്കെ പൊട്ടിച്ച് വറ്റൽമുളകും കറിവേപ്പിലയും പിന്നെ വെളുത്തുള്ളി ചതച്ചതും ഒരു സവാളയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്ത് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്ത് ആ പരിപ്പ് വേവിച്ചത് നന്നായിട്ടൊന്ന് ഉടച്ചിട്ട് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുത്ത് ഉപ്പൊക്കെ ഇട്ടിട്ട് നമുക്ക് തിളയ്ക്കാനായിട്ട് വെക്കാവേ. വെണ്ടയ്ക്ക് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി പരിപ്പ് കറി തിളയ്ക്കുമ്പോഴത്തേക്കും അതിൽ കുറച്ച് കായപ്പൊടി ഇട്ട് കൊടുത്ത് ഇച്ചിരി മല്ലിയിലയും കൂടെ തൂക്കി കൊടുക്കുമ്പോഴത്തേക്കും കറി റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ കറി ഇരിക്കുമ്പോൾ ഒന്നുകൂടെ ഒന്ന് കട്ടിയാവും കേട്ടോ. അപ്പോൾ ഇച്ചിരി ലൂസായിട്ടുണ്ട്. നമുക്ക് ആവശ്യമുള്ള പോലെ ലൂസാക്കിയിട്ടോ കട്ടിയാക്കിയിട്ടോ ഒക്കെ എടുക്കാം കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ കട്ടിയാക്കിയിട്ടാണ് എടുത്തിരിക്കുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ കൂർക്ക മെഴുക്ക് വരട്ടി ഒന്ന് താളിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അത് താളിച്ച് മാറ്റിയതിന് ശേഷം ചോറും അടുപ്പത്താക്കിയിട്ടുണ്ട്. അങ്ങനെ ഇന്നത്തെ അടുക്കളയത്തെ പണിയൊക്കെ ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. ഇനി ഫുഡ് എടുത്ത് കഴിച്ചാൽ മാത്രം മതി കേട്ടോ. അപ്പോൾ നല്ലതാണ്, പരിപ്പിരുന്നിരുന്ന് നല്ല കട്ടിക്ക് വന്നിട്ടുണ്ട്. പിന്നെ ചോറിലേക്ക് നമ്മൾ കട്ടിക്കുള്ള പരിപ്പ് കറിയും പപ്പടും കൊണ്ടാട്ടം മുളകും കൂർക്കയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് അച്ചാറും കൂടി ആയപ്പോൾ അടിപൊളിയായിട്ട്. അപ്പം ഇന്ന് ഇത്രയുള്ള വിശേഷങ്ങൾ. വീണ്ടും കാണാം. ടാറ്റാ.